ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ്. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിനെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ബ്രീത്തിങ് ടെക്നിക്കാണ് പില്ലോ ബ്രീത്തിങ്. അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഒരു പില്ലോ എടുത്ത് നിങ്ങൾ നെഞ്ചിലിങ്ങനെ ചേർത്ത് വെച്ച് 2 കൈ കൊണ്ടും ഹോൾഡ് ചെയ്ത് അമർത്തി പിടിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം 3 മിനിറ്റ് നേരം എത്രത്തോളം സ്ലോലി നിങ്ങൾക്ക് ശ്വാസം അകത്തേക്ക് എടുക്കാൻ സാധിക്കുന്നോ അത്രത്തോളം സാവധാനം എടുക്കുകയും എത്രത്തോളം സ്ലോലി നിങ്ങൾക്ക് ശ്വാസം പുറത്തേക്ക് കളയാൻ സാധിക്കുന്നോ അത്രത്തോളം സ്ലോലി നിങ്ങൾ ശ്വാസം പുറത്തേക്ക് കളയുകയും ചെയ്യാം. ആ 3 മിനിറ്റ് നേരം പില്ലോ ഇങ്ങനെ ഹഗ് ചെയ്ത് പിടിച്ചുകൊണ്ട് സ്ലോലി നിങ്ങൾ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചിനുണ്ടാകുന്ന ബുദ്ധിമുട്ടും വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടും നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ്. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. എന്നിട്ട് അതിൻ്റെ മാറ്റങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആങ്സൈറ്റിയും സ്ട്രെസ്സും വളരെ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന നല്ലൊരു ടെക്നിക്കാണ് കൗണ്ടിങ് ബാക്ക്വേഡ്. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അമിതമായിട്ടുള്ള ടെൻഷൻസോ നെഗറ്റീവ് ചിന്തകളോ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരുന്ന സമയത്ത് കംഫർട്ടായിട്ട് ഇരുന്നതിന് ശേഷം 100-ൽ നിന്ന് 3 വീതം കുറച്ച് പുറകിലേക്ക് പറയുവാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ 100, 97, 94, then 91, then 88, അങ്ങനെ 3 വെച്ചിട്ട് മൈനസ് ചെയ്ത് 1 വരെ എത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കൃത്യമായിട്ടും ചെയ്ത് ആ 100-ൽ നിന്ന് 3 വെച്ച് മൈനസ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം എത്തുമ്പോഴേക്കും നിങ്ങളുടെ മൈൻഡ് കൂളായി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. ആങ്സൈറ്റിയും ഡിപ്രഷനും സ്വയം തന്നെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ടെക്നിക്കാണ് പെറ്റ് തെറാപ്പി, അഥവാ മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുക. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു മൃഗത്തെയോ പക്ഷിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ, അത് ചിലപ്പോൾ നായയാകാം, പൂച്ചയാകാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേഡ്സുകളാകാം, മറ്റെന്തെങ്കിലും ആകാം. നിങ്ങൾ ദിവസവും അവരെ പരിപാലിക്കുകയും അതിന് വേണ്ടിയിട്ടൊരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് നേരം സമയം ചെലവഴിക്കുക. കൃത്യമായിട്ടും നിങ്ങളത് ഡെയിലി ഇങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവുകയും സ്ട്രെസ്സും സ്ട്രെയിനും കുറഞ്ഞ് നിങ്ങളുടെ ഒരു ഡേ എപ്പോഴും ഹാപ്പിയാക്കി കൊണ്ടുപോകാനും കഴിയുന്നതാണ്. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ടെക്നിക്കാണ് സ്ലോ ബ്രീത്തിങ്. പ്രധാനമായിട്ടും ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ BP ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ആ BP ഷൂട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പല തരത്തിലുള്ള അസ്വസ്ഥതകൾ വരുന്നത്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ബ്രീത്തിങ് റേറ്റും ഹാർട്ട് റേറ്റും ഒക്കെ എല്ലാം കൂടും. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ടെക്നിക്കാണ് സ്ലോ ബ്രീത്തിങ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ കംഫർട്ടായിട്ട് എവിടെയെങ്കിലും ചാരിയിരിക്കുകയോ അല്ലെങ്കിൽ നിലത്തിരിക്കുകയോ ചെയ്തതിന് ശേഷം എത്രത്തോളം സ്ലോലി നിങ്ങൾക്ക് ശ്വാസം അകത്തേക്ക് എടുത്ത് പുറത്തുവിടാൻ സാധിക്കുന്നോ അത്രത്തോളം സ്ലോലി ചെയ്യുക, അപ് ടു 3 മിനിറ്റ്സ്. സോ 3 മിനിറ്റ്സ് വരെ സ്ലോലി നിങ്ങൾ ബ്രീത്ത് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ 180 സെക്കൻഡ്സ് കഴിഞ്ഞോട് കൂടി തന്നെ നിങ്ങളുടെ ഹൈ ആയിട്ടുള്ള BP നമുക്ക് മാനേജ് ചെയ്യാനും ഒപ്പം നിങ്ങൾക്കൊന്ന് റിലാക്സേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഈ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാവുന്ന ആങ്സൈറ്റിയെ ഒരു പരിധി വരെ നിങ്ങൾക്ക് ലഘൂകരിക്കാനായിട്ട് കഴിയുന്നതാണ്. ആങ്സൈറ്റി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ടെക്നിക്കാണ് ഹെഡ് മസാജ്. എല്ലാ ദിവസവും രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ നിങ്ങൾ കംഫർട്ടായിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോടോ മക്കളോടോ ആരെങ്കിലോടും ഒരു 5 മിനിറ്റ് നേരം നിങ്ങളുടെ തലയൊന്ന് മസാജ് ചെയ്ത് തരാനായിട്ട് പറയാം. ദിവസവും കൃത്യമായിട്ടും ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ്സും സ്ട്രെയിനും കുറച്ച് നല്ലൊരു സുഖകരമായിട്ടുള്ള ഉറക്കവും നല്ലൊരു റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് പരിശീലിച്ച് നോക്കൂ. ആങ്സൈറ്റിയൊക്കെ താനേ നിങ്ങൾക്ക് കുറഞ്ഞു വന്നോളും. അമിതമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും വന്ന് നിങ്ങൾക്ക് വളരെയധികം അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് കോൾഡ് ഷവർ. അതായത് തണുത്ത വെള്ളത്തിൽ കുളിക്കുകയോ അല്ലെങ്കിൽ ഷവർ ബാത്ത് ചെയ്യുകയോ ചെയ്യാം. സോ നിങ്ങൾ വീട്ടിലാണ്, ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് അമിതമായിട്ടുള്ള സ്ട്രെസ്സോ സ്ട്രെയിനോ തോന്നുന്ന സമയത്ത് ഉടനെ തന്നെ പോയി ഷവർ ഓൺ ചെയ്ത് കുറച്ച് നേരം നിങ്ങൾ ഷവറിന് താഴെ നിൽക്കുവാനായിട്ട് ശ്രമിക്കുക. സോ ഡ്രോപ്സ് ആയിട്ട് നിങ്ങൾ തലയിലേക്കും നിങ്ങളുടെ ശരീരത്തിലേക്കും ഈ വെള്ളത്തിൻ്റെ തുള്ളികൾ ചെല്ലുന്നതനുസരിച്ച് നിങ്ങളുടെ ബോഡി ഹീറ്റ് റെഡ്യൂസ് ചെയ്യാനും നിങ്ങളുടെ BP വേരിയേഷൻസ് മാനേജ് ചെയ്യാനും ബ്രീത്തിങ് റേറ്റ് നോർമലാക്കാനും വയറിൻ്റെ അസ്വസ്ഥതകൾ കുറയ്ക്കാനും അതിലൂടെ നമുക്ക് നല്ല ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുകയും ചെയ്യും. എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, മാറ്റങ്ങൾ കാണുന്നതാണ്. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ടെൻഷൻസ് വന്ന് ബോഡി ബാലൻസ് നഷ്ടപ്പെടുന്നു പോവുകയോ അല്ലെങ്കിൽ പാനിക്കായും തോന്നുന്ന സമയത്ത് അതിനെ പെട്ടെന്ന് തന്നെ അതിജീവിക്കാനായിട്ട് സഹായിക്കുന്ന ചെറിയൊരു ഫസ്റ്റ് എയ്ഡാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ടെൻഷൻസ് വന്ന് നിങ്ങൾക്ക് ഒട്ടും അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ പോയി ഒരു സ്ഥലത്ത് ചാരിയിരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് നിങ്ങളുടെ ചുണ്ടിൻ്റെ മുകളിൽ ഉപയോഗിച്ച് 10 തവണ വീതം ക്ലോക്ക് വൈസ്, അതായത് വലത്തുനിന്ന് ഇടത്തോട്ടും
10 തവണ ഇടത്തു നിന്ന് വലത്തോട്ടും ഇങ്ങനെ സർക്കിളായിട്ട് നിങ്ങളുടെ ചുണ്ടുകളെ ഒന്ന് മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. ആ 20 സെക്കൻഡ്സോട് കൂടി കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അസ്വസ്ഥതകൾ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നും. അതോടൊപ്പം തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക.